കോഴിക്കോട് സ്വദേശിയായ വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് പി.വി. അൻവർ എം.എൽ.എയുടെ വെളിപ്പെടുത്തൽ ശരിവെച്ച കുടുംബം. അന്വേഷണത്തിൽ പോലീസ് അനാസ്ഥ കാണിച്ചു. കേസ് CBI അന്വേഷിക്കണമെന്ന് മുഹമ്മദ് ആട്ടൂരിന്റെ ഭാര്യ റുക്സാന ആവശ്യപ്പെട്ടു. കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വെളിപ്പെടുത്തലാണ് പി.വി. അൻവർ എം.എൽ.എ നടത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ നമുക്കൊപ്പം മാമിയുടെ ഭാര്യയും അതുപോലെ തന്നെ മകളും ഒപ്പം സഹോദരൻ്റെ ഭാര്യയുമുണ്ട്. മകൾ അദീബ, എങ്ങനെയാണ് എം.എൽ.എയുടെ ഈ പ്രതികരണത്തെ കാണുന്നത്? എന്തായാലും ഒരു വർഷമായി നമ്മൾ ഉപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഉപ്പയ്ക്ക് എന്താ പറ്റിയെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. അപ്പം എം.എൽ.എ പറയുന്നത് നമ്മൾ അത്രയും ഗൗരവത്തോടെയും അത്രയും ശക്തമായിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഒരു കൊല്ലമായിട്ടും നമുക്ക് എന്താണ് ഉപ്പയ്ക്ക് പറ്റിയെന്ന് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് 99% ഉപ്പ ഇല്ല എന്ന് അവർ പറയുന്നു. പക്ഷേ അവർക്ക് എന്ത് തെളിവാണ് അതിന് കിട്ടിയത്? നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അത് പറയാനുള്ള കാരണം എന്താണ്? അപ്പം പോലീസ് പറഞ്ഞത് ഉപ്പ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും, അതിനെന്തെങ്കിലും വിവരങ്ങൾ അവർക്ക് കിട്ടുമെന്നാണ്. പക്ഷേ ഉപ്പ ഇല്ലെങ്കിലും അവർക്ക് തെളിവ് കിട്ടിയാലല്ലേ അവർക്കത് പറയാൻ പറ്റുള്ളൂ ഉപ്പ ഇല്ല എന്നുള്ളത്. അപ്പം വെറുതെ അവരെങ്ങനെയാണ് ഉപ്പ ഇല്ല എന്നുള്ളത് പറയാം? അപ്പം ചിലപ്പോൾ അവർക്ക് എന്തോ മനസ്സിലായിട്ടാവാം അവരങ്ങനെ പറഞ്ഞത്, അറിയില്ല നമുക്ക്. അപ്പം നമ്മളെന്തായാലും CBIക്ക് കൊടുക്കാനാണ് കുടുംബം വിചാരിക്കുന്നത്. കേരള പോലീസിന് മാറിയിട്ട് കേസ് എത്രയും പെട്ടെന്ന് CBI അന്വേഷിക്കണം, അതാണ് നമ്മൾ ആവശ്യം. ഉന്നതരുടെ ഇടപെടലുണ്ട് എന്നുള്ളത് മാമി കേസിൽ ഇടപെട്ട അന്ന് മുതൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഉന്നതരുടെ ഇടപെടലുണ്ട് എന്നുള്ളത് അതിന് ഞങ്ങൾ IPS IAS ഒന്നും വേണ്ട, സാമാന്യ ബോധം മാത്രം മതി ഞങ്ങൾക്ക്. ഞങ്ങൾ തെരുവിൽ മഴയും വെയിലും കൊണ്ട് പ്രക്ഷോഭം നടത്തി അധികാരികളുടെ അടുത്ത് കയറി ഇറങ്ങി ഒന്നും ചെയ്തിട്ട് ഇതുവരെ ഒരു അപ്ഡേറ്റ് അവർ തന്നിട്ടില്ല. അവർ ഓരോ ദിവസവും ഓരോ ഡേറ്റ് മാറ്റി പറഞ്ഞ് എന്നല്ലാതെ ഇതുവരെ ഒരു അപ്ഡേറ്റും തന്നിട്ടില്ല. ഇക്കാനെ കാണാണ്ടായ അന്ന് തലക്കുളത്തൂർ റേഞ്ച് കാണിച്ച് എന്ന് പറയല്ലാതെ അതിൻ്റെ പുറമോട്ടായിട്ട് ഒരു ഇതും കിട്ടിയിട്ടില്ല. അത് അന്ന് മുതൽ ഇന്ന് വരെ അത് മാത്രമാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് മാമീനെ കണ്ടെത്തണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അതേസമയം തന്നെ അവരുടെ മാമിയുടെ മറ്റൊരു ഭാര്യ റംല, അവർ പറയുന്നത് പോലീസിൻ്റെ അന്വേഷണത്തോട് യോജിക്കുന്നു എന്ന് കൂടെ പറയുന്നു. അവരാരോ സ്വാധീനിച്ചിട്ടാണ് അവരത് പറയുന്നത്. അവരാരോ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. അവരാരോ സ്വാധീനിച്ചിട്ടാണ് അവർ പറയുന്നത്. പോലീസിന് വിശ്വാസമാണ് എന്നുള്ളത്. ഈ കേസ് ഇതിലുള്ള ആൾ തന്നെ, ഞങ്ങൾ സംശയിക്കുന്ന ആൾ തന്നെ അവരെ സ്വാധീനിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ബാക്കി എല്ലാ കാര്യത്തിലും കുടുംബം ഒറ്റക്കെട്ടാണ്. പക്ഷേ അവർ ഈ കാര്യത്തിൽ മാത്രം പോലീസിനെ വിശ്വസിച്ച് നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം വേണമെന്നും അവരുടെ പിതാവിനെ കണ്ടെത്തണമെന്നുള്ള ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. സമീർ സി മുഹമ്മദ് തത്സമയം ചേരുന്നു. സമീർ, ഇതിലിപ്പോൾ കൊന്നും കൊല്ലിച്ചുമൊക്കെയുള്ള പരിചയമാണ്, അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡാണ് MR അജിത് കുമാറിനുള്ളത് എന്നതാണല്ലോ പി.വി. അൻവർ വെളിപ്പെടുത്തിയത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുത്തിയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതും. ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ മാമി എന്ന് പറയുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അനുജ, കോഴിക്കോട്ടെ ഒരു പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ് മാമി എന്ന മുഹമ്മദ് ആട്ടൂർ വിവിധ തലങ്ങളിലുള്ള ഇടപെടൽ നടത്തുന്ന വ്യക്തിയാണ്. പക്ഷേ മറ്റു തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഹവാല ഇടപാടോ അല്ലെങ്കിൽ മറ്റ് സ്വർണ്ണക്കടത്തോ തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഭൂമി ഇടപാടാണ് പ്രധാനമായും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കോഴിക്കോട് നഗര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭൂമി ഇടപാട് അദ്ദേഹം നടത്തിയിരുന്നു. ഈ വ്യക്തിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പി.വി. അൻവർ എം.എൽ.എയുടെ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. 2023 ഓഗസ്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ തിരോധാനം സംഭവിക്കുന്നത്. തുടർന്ന് നടക്കാവ് പോലീസ് കേസ് അന്വേഷിച്ചു. ഒരു വർഷമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പുരോഗതിയും ഉണ്ടായില്ല. തുടർന്നാണ് കുടുംബവും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആക്ഷൻ കമ്മിറ്റിയെ മുഖ്യമന്ത്രിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ADGP MR അജിത് കുമാറാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അതിൽ മലപ്പുറം SP-ക്കായിരുന്നു അതിൻ്റെ അന്വേഷണ ചുമതല. കോഴിക്കോട് സിറ്റി കമ്മീഷണറെ എന്തുകൊണ്ട് ഇതിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റിയെന്ന് ആ വേളയിൽ തന്നെ ആക്ഷൻ കമ്മിറ്റി ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ പി.വി. അൻവർ MLA ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ വലിയ ഒരു ആശങ്ക ഈ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല, പോലീസ് അനാസ്ഥ കാണിച്ചു. ഇതിന്റെ ഗോൾഡൻ അവേഴ്സ്, ഇതിന്റെ തുടക്കത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട അന്വേഷിക്കാവുന്ന ആ സമയമൊക്കെ തന്നെ പോലീസ് കളഞ്ഞു കുളിച്ചു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ തങ്ങൾക്ക് തൃപ്തിയില്ല എന്നുള്ള കാര്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ വിഷയത്തിൽ CBIയുടെ അന്വേഷണമാണ് ഇനി വേണ്ടത് എന്നുള്ള കാര്യം കൂടി കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പി.വി. അൻവർ പറഞ്ഞിട്ടുള്ളത് ഇത് MR അജിത് കുമാറിന്റെ സംഘം ആണ് ഇതിന് പിന്നിൽ എന്നൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇതുമായി ലിങ്ക് ചെയ്യുന്നത് നമുക്കറിയാൻ കഴിഞ്ഞോ? നമ്മൾ ഇതിൽ അന്വേഷണം നടത്തിയോ?
ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാകാൻ കഴിയുന്നത് ഈ PV അൻവറിന്റെ ഈ ആരോപണവും അതുപോലെ തന്നെ ADGP MR അജിത് കുമാറും ഈ വിഷയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ തുടക്കത്തിൽ നടക്കാവ് പോലീസാണ് കേസ് അന്വേഷിച്ചത്. എന്നാൽ ഒരു വിധത്തിലുമുള്ള ഒരു പുരോഗതിയും ഉണ്ടാവാത്ത പശ്ചാത്തലത്തിലാണ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അത് ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ആ അന്വേഷണത്തിലാണ് പിന്നീട് അതിന്റെ ചുമതല കോഴിക്കോട് സിറ്റി കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണയെ മാറ്റുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. അദ്ദേഹം വളരെ നല്ല ഒരു ട്രാക്ക് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, മുതിർന്ന IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ അന്ന് തന്നെ ഈ കുടുംബം അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും മുന്നോട്ട് വെച്ചിരുന്നതാണ്. അതിന് പിറകെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നത്. MR അജിത് കുമാറിന് പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നും അതുപോലെ തന്നെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ ചില ബന്ധങ്ങളുണ്ട് എന്നും ഒപ്പം മലപ്പുറത്തെ മുൻ SP ആയിട്ടുള്ള സുജിദാസ് IPSനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഇപ്പോൾ MLA മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു കൂട്ടായ്മയുടെ ഫലമായിക്കൊണ്ട് ഒരുപക്ഷെ ഈ മാമിയെ കൊന്നിട്ടുണ്ടാകാം എന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് MLA മുന്നോട്ട് വെക്കുന്നത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ കുടുംബം ആശങ്ക പങ്കുവെക്കുന്നത്. വ്യാപാരി മുഹമ്മദ് ആട്ടൂർ മാമി എന്ന പേരാണ് PV അന്നൂർ ഉപയോഗിച്ചത്. അദ്ദേഹത്തെ കാണാനില്ല, 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നിൽ MR അജിത് കുമാറും അദ്ദേഹത്തിന്റെ സംഘവുമാണ് എന്നതാണ് PV അൻവറിന്റെ ആരോപണം. ഈ ആരോപണത്തെ ശരിവെക്കുകയാണ് കുടുംബം. ഇതിൽ CBI അന്വേഷണം തന്നെ നടത്തണം ആ തിരോധാനത്തിൽ എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം.